ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഡ്രീം വിഷറിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരു DJ പാർട്ടി കൂടാൻ പോവാണ്. ആക്ച്വലി ഇന്ന് നൈറ്റ് എനിക്ക് ഷിഫ്റ്റും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് DJ കഴിഞ്ഞ് നേരെ ഷിഫ്റ്റിന് പോകണം. അപ്പോൾ വിത്തൗട്ട് റെസ്റ്റ് നമ്മൾ ഇന്ന് ഓണം മൊത്തം കളറായി ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ എല്ലാരും കാണാൻ പാ. ഗൈസ്, എന്തൊരു ആത്മാർത്ഥമുള്ള കുട്ടിയാണ്. ഞാൻ നോക്ക് സ്കൂളിൽ പോണ പോലെയാണ് DJ പാർട്ടിക്ക് പോണത്, വർക്കുള്ള കാരണം. എൻ്റെ കസ്റ്റമൈസ്ഡ് ടീഷർട്ട് കണ്ടോ, നല്ല കളറായി പോകണമെന്ന് വെച്ചതാണ്. പക്ഷെ എനിക്ക് ബ്ലാക്ക് തന്നെയാണ് വർക്കിനും ഇടാനുള്ളത്. അപ്പോൾ മേലെ ഫ്ലീസ് ഇടാലോ എന്ന് വെച്ചിട്ടാണ് അതൊക്കെ ബാഗിൽ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുപോകണേ. അതുകൊണ്ട് ഞാനൊരു സിമ്പിൾ ആൻഡ് ഹമ്പിളാക്കി എൻ്റെ ടീഷർട്ട്. ഇക്കാര്യം ജോലി കഴിഞ്ഞ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ആൽഫിക്ക് അൺഫോർച്ചുനേറ്റ്ലി വരാൻ പറ്റില്ല, അവൾക്ക് ഷിഫ്റ്റ് കഴിയാൻ ടൈം എടുക്കും. അപ്പോൾ അവൾ ലേറ്റായി, സോ അവൾ വരുന്നില്ല. നമ്മൾ ഇറങ്ങി സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോ തന്നെ ആരാ ഒരുങ്ങി സുന്ദരിയായി ഡിജെക്ക്. അങ്ങനെ നമ്മളിതേ ഓണത്തിൻ്റെ പരിപാടി നടക്കണ ഹോളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ 6 മണിക്കുള്ളൊരു DJക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായി. പക്ഷേ ഇവിടെ രാവിലെ തൊട്ടേ ഓണപരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവരെല്ലാവരും രാവിലെ തൊട്ടേ അവിടെ ഉള്ളതാണ്. അവിടെ സദ്യ ഉണ്ടായിരുന്നു, ചെണ്ടമേളം, പിന്നെ ബാക്കി ഓണപരിപാടികൾ, കുറേ മത്സരങ്ങൾ എല്ലാം ഞങ്ങൾ പോകുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം DJ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഇത്രയും ആൾക്കാരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴേ പെട്ടെന്ന് ഒരു സഫോക്കേഷൻ വന്നു. പിന്നെ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതൊക്കെ മാറി. നമ്മൾ അപ്പോൾ അവിടെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് മലയാളി മങ്ക ആൻഡ് ശ്രീമാൻ്റെ ജഡ്ജ്മെൻറ്റും പിന്നെ സമ്മാനദാനം അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിതുവരെയായിട്ട് ഈ പരിപാടിയുടെ പേര് പറഞ്ഞില്ല അല്ലേ. ഇത് ലണ്ടനിൽ നടക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് ഓണം സെലിബ്രേഷൻ ആയിട്ടുള്ള ആരവം 2025 ആണ്. ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് കുറേ പേര് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ബാക്കിയുള്ളവരുടെ പേര് അറിയില്ല. എനിക്ക് ആകെ കൂടി അറിയാവുന്നത് ആ ചേട്ടനെ മാത്രമാണ്. ആദംസ് ആപ്പിൾ ആകാശ് പരമേശ്വരൻ എന്ന് പറഞ്ഞ ചേട്ടനെയാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നോക്ക് മക്കളെ നോക്ക്, ആ ആളാടത്. അപ്പം ഇനി ഈ പരിപാടിയുടെ വിന്നർ ആരൊക്കെയാന്നുള്ളത് നമുക്കിനി നോക്കാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്യൂ പോയിന്റ്സ് ഡിഫറൻസ് ആണ്. ബേസ്ഡ് ഓൺ സ്റ്റേജ് പെർഫോമൻസ് ആണ് ക്വസ്റ്റ്യൻസ് ആൻസർ വന്നതും എല്ലാം വെച്ച് ചെക്ക് ചെയ്തിട്ടാണ്. ആൻഡ് ഇറ്റ് ഗോസ് ടു അഖിൽ. സമ്മാനിക്കുന്നതിനായി അമലിനെ അതുപോലെ തന്നെ ക്യൂട്ട്സ് കളക്ഷൻസ്
പിന്നെ ഇപ്പം അതേ ഡി ജെക്കുള്ള ഹോൾ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും മാറ്റി കസേരയും എല്ലാതും മാറ്റി വെച്ചിട്ട് ഡാൻസ് കളിക്കാനുള്ള ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അപ്പം തന്നെ കുറച്ച് പേരുടെ ഡാൻസും സ്റ്റേജിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ കൂടെയും തുള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് തുള്ളി. പരിപാടി കളറായത്. നമ്മുടെ ടീംസൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു.
അങ്ങനെ കുറേ നേരത്തെ ഡാൻസ് കളിക്ക് ശേഷം നമ്മളെല്ലാവരും ക്ഷീണിച്ച് തളർന്നു ഒന്ന് വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് പുറത്തിറങ്ങി. ഞാനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയിട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിന്നിരുന്നത്, എനിക്ക് പോകാനുള്ള സമയമായോ എന്ന്. പക്ഷെ എന്തായാലും വന്നത് നല്ല മുതലായി. കാരണം ജോലി കാരണം ഞാൻ വരാതിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും മിസ്സായേനെ. പിന്നെ ആക്ച്വലി ഈ ഒരു പരിപാടി ഇവിടെ 9:30 വരെ ഉള്ളൂ. ഞാനാണെങ്കിലോ ജോലിക്ക് 9:15 പോണേ. അപ്പോൾ എനിക്ക് ആകെ ഒരു 10 മിനിറ്റ് മാത്രം മിസ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സെറ്റാ. നമ്മളപ്പോൾ ഫുൾ എനർജി ആയിട്ട് കലാശക്കൊട്ടിലേക്ക് കടന്നു ഗായ്സ്. ഞാനപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാനായിട്ട് ഇറങ്ങി. എല്ലാവരോടും ഇങ്ങനെ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനങ്ങനെ ബാക്ക് ടു യൂണിഫോമായി. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് റിട്ടേൺ ജോലിക്ക് പോവുകയാണ്. എനിക്ക് ഇവിടെ നിന്ന് പിക്കപ്പ് ഉണ്ട്, അപ്പോൾ ആ സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പാർട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ.